ഇതൊക്കെ കടുവയുടെ നഖത്തിൻ്റെ പാടുകളാണ്. ലെപ്പേർഡ് ക്യാറ്റിൻ്റെ അത് കൊണ്ടുകൂടെ ഇവിടെ ലെപ്പേർഡ് ക്യാറ്റിൻ്റെ 2012 മുൻപ് പുറം ലോകത്തിന് അധികം പരിചയമില്ലാതിരുന്ന എന്നാൽ ഓർഡിനറി സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാവരും പോകുന്നത് പോലെ ഒരു റോഡ് ട്രിപ്പ് അല്ല നമ്മൾ പോകുന്നത്. ഗവിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഈ കാട്ടിനകത്ത് ഒരു ദിവസം താമസിച്ച് കാട്ടിലെ മൃഗങ്ങളെയും മറ്റു കാഴ്ചകളും എല്ലാം കണ്ട് പിറ്റേ ദിവസം തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹൈക്കർ ഇന്ത്യയുടെ ഒരു സ്റ്റേ പാക്കേജാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഗവിയിലെ KFDCയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി താമസിക്കുകയല്ല, ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും KFDCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഗവി യാത്ര തുടങ്ങുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് KSRTC ബസ്സിൽ കയറി നേരെ വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ വന്നിറങ്ങി. പാക്കേജ് പ്രകാരം നമ്മളെ വണ്ടിപ്പെരിയാർ ടൗണിൽ വന്ന് പിക്ക് ചെയ്യും. അതുപോലെ തിരിച്ചും വണ്ടിപ്പെരിയാർ ടൗൺ വരെ കൊണ്ടുവന്നാക്കും. കൂടാതെ ഗവിയിലേക്കുള്ള ഫോറസ്റ്റ് എൻട്രി പാസ്, റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള ബസ് സഫാരി, ഗവി ഡാമിലൂടെയുള്ള ബോട്ടിംഗ്, വാട്ടർഫാൾ വിസിറ്റ് ആൻഡ് ബാത്ത്, ഫോറസ്റ്റ് ട്രക്കിംഗ്, ഫുഡ്, അക്കോമഡേഷൻ ആൻഡ് ക്യാമ്പ് ഫയർ, ഇത്രയുമാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ എത്തിയാൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട, പാസ്സൊക്കെ അവർ തന്നെ ശരിയാക്കി തരും. അതാണ് നമുക്കുള്ള അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാക്കേജ് തന്നെ ചൂസ് ചെയ്തത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഗവിയിലെ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേ വരെ എത്താൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിലുള്ള ഈ യാത്രയിലും വഴിയിൽ വെച്ച് അനിമൽ സൈറ്റിംഗ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ വഴിയിൽ പലവിധം കുരങ്ങന്മാരെ കണ്ടിരുന്നു. ഗവിയിൽ ആനകളും കുരങ്ങന്മാരും ഒക്കെ ഒരുപാടുണ്ട്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായതുകൊണ്ട് കടുവകളെയും ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി തന്നെ സൂപ്പറാണ്. ഈ വഴി പുറത്തു നിന്നുള്ള 2 വീലേഴ്സ് കടത്തിവിടാറില്ല. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ പ്രത്യേകം പാസ് എടുക്കണം. ഞങ്ങൾ ഗവിയിലെ സ്റ്റേ എത്തുന്നതിന് കുറച്ചു മുൻപ് ബസ്സിലിരുന്ന് കണ്ടതാണ് ഈ കാഴ്ചാട്ടോ. ഇത് ആക്ച്വലി ഒരു കാട്ടുപോത്തിന്റെ അസ്ഥികൂടമാണ്. കടുവയുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് കാട്ടുപോത്ത്. സാധാരണഗതിയിൽ കടുവ ഒറ്റയ്ക്ക് കാട്ടുപോത്തിനെ ആക്രമിച്ച് കൊല്ലും. പിന്നീട് ആ മാംസം സോഫ്റ്റ് ആവാൻ വേണ്ടി 2-3 ദിവസം വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് കഴിക്കുന്നത്. ഇത് ഒരു കാട്ടുപോത്തിനെ 3 കടുവകൾ ചേർന്ന് ആക്രമിച്ച് കൊന്നു തിന്നതിന്റെ ബാക്കിയായ അസ്ഥികൂടമാണ്. CCTV ഫൂട്ടേജിൽ നിന്നാണ് 3 കടുവകൾ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായത് എന്നാണ് ഗൈഡ് പറഞ്ഞത്. 3 കടുവകൾ ചേർന്ന് ആക്രമിക്കുന്നത് വളരെ റെയർ ആണത്രേ. കാരണം കടുവ വളരെ അഭിമാനിയായ ഒരു മൃഗമാണല്ലോ. പൊതുവെ ഒറ്റയ്ക്കുള്ള ടാർഗറ്റഡ് അറ്റാക്കാണ് കടുവയുടെ ഇരപിടിക്കൽ രീതി. ഈ പാലം കടന്നാൽ നമ്മുടെ സ്ഥലം എത്തി. ഗവിയിലെത്തിയതും നേരെ പോയത് KFDCയുടെ റിസപ്ഷനിലേക്കാണ്. ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച് കോർഡിനേറ്റേഴ്സ് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. 3 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസിലാണ് റൂം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഫാൻ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഫാനിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബാത്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവർ ഒരു മ്യൂസിയം കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഒരു ആനയുടെ സ്കെൽട്ടൻ മനോഹരമായി ആർട്ടിക്കുലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. ഒരുപാട് ദിവസത്തെ പണിയായിരിക്കും ഇത്. അതുമാത്രമല്ല ഒരുപാട് കാട്ടുപോത്തുകളുടെയും മാനുകളുടെയും മ്ലാവുകളുടെയും എല്ലാം തലയൊട്ടിയും കൊമ്പും ഇവിടെ വെച്ചിട്ടുണ്ട്. റൂമിൽ ബാഗുകളെല്ലാം വെച്ച് നേരെ പോയത് ഗവി ഡാമിൻ്റെ റിസർവോയറിനടുത്തേക്കാണ്. വൈകുന്നേരം 3 മണി ആയിട്ടേ ഉള്ളൂ. നല്ല തണുപ്പുള്ളൊരു വല്ലാത്തൊരു ആംബിയൻസ് തന്നെയായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 1 ഡേ പാക്കേജോ സ്റ്റേ പാക്കേജോ ഒക്കെ എടുത്തു വരുന്നവർക്ക് മാത്രമാണ് മുമ്പ് കണ്ട ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ച് വാട്ടർഫാൾ കാണാൻ പോകണം. ഗവി ഡാമിലൂടെ കുറച്ചു ദൂരം ബോട്ടിൽ പോയാലാണ് വെള്ളച്ചാട്ടത്തിന് അരികിലെത്തുന്നത്. മഴക്കാലങ്ങളിൽ ആ കാണുന്ന മഞ്ഞ വര വരെയും ഈ ഡാമിൽ വെള്ളമുണ്ടാവും. നമ്മുടെ ഫ്ലഡിന്റെ ടൈമിൽ പോലും ഇതായിരുന്നു മാക്സിമം വെള്ളം കയറിയ ലിമിറ്റ്. ഇവിടുത്തെ ഗൈഡുകൾക്ക് മാത്രമാണ് ഈ ഡാമിലൂടെ ബോട്ട് തുഴയാനുള്ള അനുവാദമുള്ളൂ. സോ ഒരു ഗൈഡും എല്ലാവർക്കും ഉള്ള ലൈഫ് ജാക്കറ്റും എപ്പോഴും ബോട്ടിങ്ങിന് ഉണ്ടാവും. ബോട്ട് തുഴഞ്ഞ് നമ്മൾ എത്തുന്നത് നീർവീഴ്ച വാട്ടർഫാൾസിലാണ്. അത്യാവശ്യം ഉയരമുള്ള എന്നാൽ അധികം ആഴമില്ലാത്ത വെള്ളച്ചാട്ടമായതിനാൽ ഒട്ടും പേടിയില്ലാതെ തന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാം.
കുറച്ചധികം സമയം നമ്മളിവിടെ ചിലവഴിച്ചു. തിരിച്ചു വരുന്ന വഴി ബോട്ടിലിരുന്ന് അങ്ങ് ദൂരെയുള്ള ഒരു മലയിലെ മാൻകൂട്ടത്തെ ഗൈഡ് നമുക്ക് കാണിച്ചു തന്നു. ഒത്തിരി ദൂരെ നിന്നൊരു പൊട്ടുപോലെ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. നാളെ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും എന്നാണ് പുള്ളി പറഞ്ഞത്. ബോട്ടിൽ തന്നെ തിരിച്ചെത്തി ചൂടുള്ള ചായയും പരിപ്പോടയും കഴിച്ചു. വീണ്ടും റിസർവയറിന്റെ അടുത്ത് ബാക്കി സമയം ചെലവഴിച്ചു. ഇന്നിനി ക്യാമ്പ് ഫയറും ഡിന്നറുമാണുള്ളത്. ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും ഗവിയെ കൂടുതൽ മനോഹരിയാക്കി മാറ്റുന്നു. നാളെ രാവിലെ 5:30 വന്നാൽ കാപ്പി കുടിച്ച് നേരത്തെ സഫാരിക്ക് പോകാൻ പറ്റും. രാവിലെ 6 മണിയോടുകൂടി സഫാരി സ്റ്റാർട്ട് ചെയ്യും. അതിനു മുൻപ് നമുക്കുള്ള ചായ KFDCയിൽ നിന്ന് കിട്ടും. ചായ കുടിച്ച് ഏകദേശം 6 മണിയോടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. സഫാരി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടി. ഒരു കൂട്ടം മയിലുകളായിരുന്നു. കുറച്ചുകൂടി പോയപ്പോൾ ദേ നിൽക്കുന്നു നമ്മൾ കാണാൻ വന്ന മെയിൻ ആള്. ഈ കൊമ്പൻ ആനയ്ക്ക് പിന്നിൽ ഒരു കൂട്ടം ആനകളുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് എല്ലാം ഇറങ്ങി മാറി നിൽക്കുന്നതാണത്രേ. പുള്ളി എന്തായാലും ചെവിയും മാറ്റി ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു കൂസലുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ കുറെ ഫോട്ടോസ് എടുത്തു. കുറച്ചുകൂടെ പോയപ്പോൾ നിറയെ കാട്ടുപോത്തുകൾ നിൽക്കുന്നത് കണ്ടു. ഒരു വലിയ ഫാമിലി ആണെന്ന് തോന്നുന്നു. ഇവരാണത്രേ കടുവയുടെ പ്രധാന ഭക്ഷണം. ഒരു പെൺ കാട്ടുപോത്തിനെ കിട്ടിയാൽ പോലും ഏകദേശം 1 ടണ്ണിനടുത്ത് ഭാരമുണ്ടാവും. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് മാത്രം വീണ്ടും വേട്ടയാടിയാൽ മതി. അതുകൊണ്ടാണ് കടുവ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. പലപ്പോഴും കടുവയ്ക്ക് ഒറ്റയടിക്ക് ഒരു കാട്ടുപോത്തിനെ കൊല്ലാനൊന്നും പറ്റില്ല. സോ ഇവർ ആദ്യം തന്നെ ഒരു വീക്കായിട്ടുള്ള ഇരയെ കണ്ടെത്തി അറ്റാക്ക് ചെയ്ത് ചെറിയ മുറിവുണ്ടാക്കും. ആ മുറിവ് പിന്നീട് അധികമായി കാട്ടുപോത്ത് കൂടുതൽ ക്ഷീണിക്കുമ്പോഴാണ് കടുവ അതിനെ പൂർണ്ണമായി കൊല്ലുന്നത്. ഇങ്ങനെ ഒരു പ്ലാൻഡ് അറ്റാക്കിംഗ് രീതിയാണ് കടുവ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ TV-യിൽ കാണുന്ന പോലെ കൊന്ന ഉടനെ അവയെ ഭക്ഷിക്കാതെ മാംസം സോഫ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനുശേഷം അവയെ ഭക്ഷിക്കുന്ന മൃഗമാണ് കടുവ. കടുവയുടെ ഡൈജഷൻ വളരെ സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഈ വിവരമെല്ലാം ഞങ്ങളുടെ ഒപ്പം വന്ന ഗൈഡ് പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. സൂവിലൊന്നും പോയാൽ നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റാറില്ല. ശബരിമലയ്ക്ക് വേണ്ടിയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. ഗവി ട്രൈബൽ വില്ലേജ് വഴിയാണ് ഈ സഫാരി പോകുന്ന വഴി ബോണസായി ഒരു കാട്ടുപന്നിയുടെ ഫാമിലിയായി നമ്മൾ കണ്ടു. പൊന്നമ്പലമേട്ടിലേക്കുള്ള വഴിയെല്ലാം ഇവിടെ നിന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അതുവഴി പ്രവേശനമില്ല. ഏകദേശം ഒരു 8:30 ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9:30 ഫോറസ്റ്റ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പറയാതിരിക്കാൻ വയ്യ, ഇവരുടെ ഫുഡ് എല്ലാം അടിപൊളിയാണ്. രാവിലെ ഇഡ്ഡലിയും ഉപ്പുമാവും, ബോയിൽഡ് എഗ്, ബ്രെഡ് അതെല്ലാം ഉണ്ടായിരുന്നു, ബുഫേ മോഡൽ. ഇന്നലെ നൈറ്റും ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചിക്കനും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ്. ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ലീച്ച് സോക്സ് എല്ലാം ഇവർ തന്നെ നമുക്ക് തരും. അതെല്ലാം മേടിച്ച് ഞങ്ങൾ 9:30 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 6 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് നമുക്കുള്ളത്. ഇതിൽ 5 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ, ബാക്കിയുള്ള 1 കിലോമീറ്റർ ദൂരം ഗവി ട്രൈബൽ വില്ലേജിലൂടെയാണ്. ഇതൊരു 1 വേ ട്രക്കിംഗ് ആണ്. ഇവിടെ ഒരുപാട് ട്രക്കിംഗ് റൂട്ടുകളുണ്ട്. ലോങ് ട്രക്കിന്, അതായത് 6 കിലോമീറ്റർ ട്രക്കിന് വരാൻ ബുദ്ധിമുട്ടുള്ളവർ സെപ്പറേറ്റ് ആയി ഷോർട്ട് ട്രക്ക് പാത ഒപ്റ്റ് ചെയ്ത് പോകാനുള്ള സൗകര്യവുമുണ്ട്. നടന്ന് കുറച്ചെത്തുമ്പോൾ തന്നെ നമുക്ക് ശബരിമല വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പുറത്ത് കാണുന്ന മലകളെല്ലാം തന്നെ ശബരിമല പൊന്നമ്പലമേടിന്റെ ഭാഗമാണ്. ഇപ്പോൾ ആ മലകളിലെല്ലാം ധാരാളം ആനകൾ ഇറങ്ങുന്ന സമയമാണ്. ഗൈഡ് പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ഞങ്ങൾ ക്യാമറയിലൂടെ നോക്കിയപ്പോൾ അപ്പുറത്തെ മലയിൽ ആനകൾ നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് ദൂരെയാണെങ്കിലും ഗൈഡ് പറഞ്ഞ ദിശയിലൂടെ നോക്കിയപ്പോൾ കാണാൻ പറ്റി. ഈ കാണുന്നത് സീബ്ര ബട്ടർഫ്ലൈ ആണോ അതോ ബ്ലൂ ടൈഗർ ആണോ എന്ന് മനസ്സിലായില്ല. കണ്ടിട്ട് ബ്ലൂ ടൈഗർ ബട്ടർഫ്ലൈനെ പോലെയുണ്ട്. അറിയുന്നവർ കമന്റ് ചെയ്യൂ. അതുപോലെ ഓർഡിനറി സിനിമയിൽ പറയുന്ന ചെന്താമരക്കൊക്ക, അത് ആക്ച്വലി ഈ ഗവി ഫോറസ്റ്റ് ട്രക്ക് പാത്തിലാണുള്ളത്. ഈ കാണുന്നതാണ് ചെന്താമരക്കൊക്ക. ആനയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള കുറേ ട്രിക്ക് ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മണം വെച്ചും ആന ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുമത്രേ. അതുപോലെ ആനയ്ക്ക് നമ്മളെപ്പോലെ കൈകളൊന്നും ഉപയോഗിച്ച് ചൊറിയാൻ പറ്റാത്തത് കൊണ്ട് അതിനുവേണ്ടി പ്രത്യേക മരങ്ങളും കല്ലും അവ കണ്ടുപിടിക്കും. അതായത് ഉയരമുള്ള വൃക്ഷങ്ങളിലാണ് അവ പുറം ചൊറിയുന്നത്. ആനയുടെ തൊലിക്കട്ടി കാരണം
അങ്ങനെ ആന സ്ഥിരമായി ഉരയ്ക്കുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ പാടുകൾ കാണാൻ പറ്റും. ചില വൃക്ഷങ്ങളിൽ ആ പാടുകൾ ഗൈഡ് നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ ആനയുടെ മുതുകു ഭാഗം ചൊറിയണമെങ്കിൽ അവ വീണ് കിടക്കുന്ന മരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ബട്ടക്സ് ഭാഗത്തിനു വേണ്ടി നല്ല ഉറപ്പുള്ള പാറക്കല്ലുകളെ ആശ്രയിക്കുന്നു. പല പാറക്കല്ലുകളിലും ആന ഉരച്ചതിന്റെ പാടുകൾ ഗൈഡ് നമുക്ക് കാണിച്ചു തന്നു. ഈ സ്ഥലം ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആന മണ്ണെടുക്കണമെന്ന് പറഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ ആനകൾ ചെയ്യുന്ന ഒരു പരിപാടി ഈ കാല് കൊണ്ട് ശരിക്കും മണ്ണ് മാന്തി താഴോട്ട് എടുക്കും. എടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് എടുത്ത് മഡ് ബാത്ത് ചെയ്യുന്നത്. എന്നിട്ട് അവൻ്റെ പെട്ടക്സ് റബ്ബ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇതുണ്ടോ? ഇത് കാണുമ്പോൾ അറിയാം നല്ല ഗ്രിബുള്ള കാരണം കൊണ്ട് 1.5 ഇഞ്ച് കനമാണ് ആനയ്ക്ക് തൊലിക്കട്ടി. അപ്പം അത്ര സ്ട്രോങ് ആയിട്ട് റബ്ബ് ചെയ്താൽ മാത്രമേ അവന് ആ ചൊറിച്ചൽ മാറത്തുള്ളൂ. അത് കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ രാജവെമ്പാല ഒഴിയെ വേറെ ഏത് പാമ്പ് കടിച്ചാലും പെട്ടെന്ന് വിഷം വെക്കുകയില്ല ആനയ്ക്ക്. ശരിക്കും അത്രയും തിക്നെസ്സാണ് അതിൻ്റെ സ്കിന്ന്. അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ അവർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന മരങ്ങളും നമുക്ക് കാണിച്ചു തന്നു. ഇരയെ വേട്ടയാടിയതിനു ശേഷം പുറത്തു വരുന്ന കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചാണ് കടുവകൾ മാംസം കഴിച്ചതിന് ശേഷം ചോരക്കാലി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മരത്തിലാണ് കടുവ 2 വിധത്തിലാണ് ഈ മരം യൂസ് ചെയ്യുന്നത്. ഒന്ന്, കടുവ മനുഷ്യനെ ആക്രമിക്കുക അല്ല ഒരു മാംസത്തിന് എടുക്കുന്ന നേരത്തിൽ മാത്രമേ ഉള്ളൂ നഖം വെളിയിലോട്ട് വരത്തുള്ളൂ. ആ നഖത്തിന് നല്ല ഹാർഡാണ്. അപ്പം അല്ലാത്ത സമയം അത് ദശയ്ക്കകത്ത് കയറ്റി പോകും. ഒന്നാമത് യൂസിങ് എന്ന് പറഞ്ഞാൽ ഇത് നഖം ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മരം യൂസ് ചെയ്യും. ഞങ്ങൾ റിവർ ക്രോസ് ചെയ്ത് പിന്നെയും ട്രക്ക് തുടർന്നു. ഈ കാണുന്നതാണ് ഗവി വില്ലേജിന്റെ ചില ഭാഗങ്ങൾ. പണ്ട് ശ്രീലങ്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞ പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്ന ഇന്ത്യക്കാർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലുമായി സ്ഥലം കൊടുത്തു. അങ്ങനെ ഉണ്ടായ സ്ഥലമാണ് ഗവി. നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് 1 കിലോമീറ്റർ ഗവി വില്ലേജിലൂടെ നടന്നാൽ നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. ട്രൈബൽ വില്ലേജ് റോഡുകളിൽ പോലും അനിമൽ സൈറ്റിങ്സ് വളരെ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ ഫോറസ്റ്റിലെ പോലെ തന്നെ സൗണ്ട് ഇല്ലാതെ വേണം നടക്കാൻ. പറഞ്ഞ പോലെ തന്നെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ കുറേ ലങ്കൂറിനെ കണ്ടിരുന്നു. അതുപോലെ റോഡ് സൈഡിലെ മരത്തിലിരുന്ന മലയണ്ണാൻ, ഞങ്ങളെ കണ്ട് ചാടിപ്പോയി ഒളിഞ്ഞു നിന്ന മാൻ, ഇതെല്ലാം ഗവി വില്ലേജിൽ കൂടെ മാത്രം നടക്കുമ്പോൾ കിട്ടിയ അനിമൽ സൈറ്റിങ്സ് ആണ്. ഏകദേശം ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചാണ് മടക്കം. ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ തന്നെ ആയിരുന്നു. നമ്മളെ പിക്ക് ചെയ്ത വണ്ടിപ്പെരിയാർ ടൗണിൽ തന്നെ ഇവർ നമ്മളെ തിരിച്ചു കൊണ്ടാക്കും. അവിടെ നിന്ന് നമുക്ക് ഒരുവിധം എല്ലാ റൂട്ടിലേക്കുമുള്ള ബസ് കിട്ടും. ഗവിയിലെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള ഈ യാത്ര വളരെ പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. തിരിച്ചു പോകുന്ന വഴിയും നമ്മൾ ആനയെ കണ്ടിരുന്നു. ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അത്രയും അടുത്തായിരുന്നു അത്. ഈ റൂട്ടിലൊന്നും വഴിയിൽ വണ്ടി നിർത്താൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെയുള്ള കാഴ്ചകളെല്ലാം തന്നെ വണ്ടിക്കുള്ളിൽ ഇരുന്നായിരുന്നു. ബസ്സിൽ വന്ന് കണ്ടുപോവേണ്ട ഒരു ചെറിയ സ്ഥലമല്ല ഗവി. അത് കാടിനെ അറിഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഗൈഡുകളുടെ അനുഭവ സമ്പത്തും അറിവും ഒപ്പം നടന്ന് മനസ്സിലാക്കി ആസ്വദിച്ചു പോവേണ്ട ഒരു സ്ഥലമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗവിയുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.